വിവാദങ്ങളും അതൃപ്തികളും തുടരുന്നതിനിടെ AICC വിളിച്ച കേരള നേതാക്കളുടെ നിർണായക യോഗം ഇന്ന് ഡൽഹിയിൽ. തെരഞ്ഞെടുപ്പ് ഒരുക്കമാണ് മുഖ്യ അജണ്ടയെങ്കിലും നിലവിലെ വിവാദങ്ങളും ചർച്ചയാകും. KPC മുൻ അധ്യക്ഷന്മാരായ K മുരളീധരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. K സുധാകരനെ മാറ്റുന്നതിനെ അനുകൂലിച്ച് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയ്ക്ക് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കത്തു നൽകി. വിവരങ്ങളുമായി വിനീത വിജയ് ഡൽഹിയിൽ ചേരുന്നുണ്ട്. വിനീത, ഈ K സുധാകരൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുമോ ഇല്ലയോ എന്നുള്ളതാണല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസമായുള്ള ചർച്ച. അത് നമ്മുടെ ഡൽഹി ചർച്ചയുടെ അജണ്ടയിലുണ്ടോ? തീരുമാനം ഇന്നൊക്കെ പ്രതീക്ഷിക്കണോ വിനീത? എന്താണെങ്കിലും അത്തരം കാര്യങ്ങളടക്കം ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുമെന്ന് നമുക്ക് പറയാം. ഹാഷ്മിയിൽ ഏറ്റവും പ്രധാനമായും നേതാക്കൾ പറയുന്നത് തെരഞ്ഞെടുപ്പ് എടുത്ത സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നിർണായക യോഗമാണ് ചേരുന്നതെന്നാണ്. പക്ഷേ എങ്കിൽ കൂടിയും ഈ തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത പശ്ചാത്തലത്തിൽ തന്നെ നേതാക്കൾക്കിടയിലുള്ള ഭിന്നത, ഈ പരസ്യ പ്രതികരണം, ഇത്തരത്തിലേക്കുള്ള സാഹചര്യത്തിലേക്കൊന്നും തന്നെ കാര്യങ്ങൾ പോകേണ്ടതില്ല എന്നുള്ളതാണ് ഹൈക്കമാൻഡിന്റെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഈ നേതാക്കൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി നേതാക്കളെ ഒരു നേതൃനിരയിലേക്ക് അത്തരത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടികൾ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നീക്കങ്ങൾ തന്നെയാകും ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. അതേസമയം ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രനും K മുരളീധരനും രണ്ടുപേരും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. ഇതിൽ മുരളീധരൻ പറയുന്നത് അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്, അതിനാലാണ് അദ്ദേഹം ഇന്നത്തെ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് എന്നുള്ളതാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ തനിക്ക് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് കാണിച്ച് നേരത്തെ തന്നെ മല്ലികാർജ്ജുൻ ഖർഗെയ്ക്ക് കത്ത് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ കത്തിൽ ചില നിർദ്ദേശങ്ങൾ കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഈ പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുമ്പോൾ കൂടിയാലോചനകൾ കൂടി വേണമെന്നാണ് പറയുന്നത്. കൂടിയാലോചനകൾക്ക് ശേഷം മാത്രം പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാവൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ ഇങ്ങനെ തെരഞ്ഞെടുക്കുന്ന അധ്യക്ഷന് പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടി കഴിയണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ സുധാകരനെ മാറ്റണമെന്ന ചില നേതാക്കളുടെ നിലപാടിനോട് യോജിച്ച് നിൽക്കുന്നത് തന്നെയാണ് മുല്ലപ്പള്ളിയുടെയും നിലപാട്. എന്താണെങ്കിലും അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. ഇന്ദിരാഭവനിൽ ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് ഈ യോഗം നടക്കുക. എല്ലാ നേതാക്കളും ഇതിനോടകം തന്നെ ഡൽഹിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹാഷ്മി, വിനീത വിജയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്താണ് ഇന്ന് ഒരു നിർണായകമായ ചില ചർച്ചകൾ ഡൽഹി നടക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. നടക്കട്ടെ.